ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ ലോ കാർബായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതിങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ യോഗേർട്ട് തൈര് ഇട്ട് കൊടുക്കണം. ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഫ്രഷ് മിൽക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 കപ്പോളം പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടുള്ളതാണ്. ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. എൻ്റെ ഫ്രണ്ടിലെ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒലിവ് ഓയിലിൽ വെച്ച് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ട് നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് എടുത്ത് കളയാനായിട്ടുള്ളതാണ്. ഒരു സൈഡൊന്ന് ചെറുതായിട്ട് കുക്കായി വരുന്ന സമയത്ത് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കൊരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഈ ഒരു തക്കാളി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അത് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും തക്കാളിയും എല്ലാം നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വരും. ഇപ്പോൾ ദേ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയുടെ സ്കിന്നൊക്കെ പതുക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അതെങ്കിൽ നമുക്ക് ഈ തക്കാളി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാനി വെച്ച് തന്നെ അതിൻ്റെ സ്കിന്ന് പതുക്കെ ഒന്നിങ്ങനെ അടർത്തിയെടുക്കാം. പക്ഷേ കൈ പൊള്ളാതെ നോക്കണം, നല്ല ചൂടുണ്ടായിരിക്കും. കൈ പൊള്ളും തോന്നുകയാണെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് സ്കിന്ന് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടയണം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്പാച്ചിലൊക്കെ വെച്ച് നമുക്ക് പതുക്കെ അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എപ്പോഴും നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം നമ്മളിതിന് എടുക്കാനായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് വെന്ത് ഉടയാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ റെസിപ്പിക്ക്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ സ്കിന്നും കൂടെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള തക്കാളിയുടെ ഒരു സ്കിന്നും കൂടെ ഞാനൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചിട്ട് വെച്ച് കൊടുക്കാം. നല്ല പോലെ ഈ തക്കാളി വെന്ത് ഉടയണം. ഇനിയിപ്പം ഈ ടൊമാറ്റോ ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനൊരു 3 കോഴിമുട്ട നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വരണം. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇതൊരു ടൈപ്പ് ഓഫ് ടർക്കിഷ് റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ല ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കോഴിമുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 പേർക്ക് കഴിക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ മോസറല്ല ചീസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ചീസ് ഒന്ന് നല്ലപോലെ മെൽറ്റ് ചെയ്ത് വരുന്ന അത്രയും ടൈം വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് നല്ല ജീരകപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. നമ്മൾ ചീസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൊണ്ട് നമ്മൾ ഇന്നലെ കുറച്ച് ചിയാ സീഡ് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതും കൂടെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡ്സ് ആണ്. യോഗട്ട് അതുപോലെ പാലൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബെറീസാണ് ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്ട്രോബെറി ബ്ലൂബെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഇപ്പം മധുരത്തിന് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഈ ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് വളരെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു ദിവസം ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും അതുവരേക്കും ബൈ.